അള്ളാഹുവിന്റെ മഹളായ ഫദ്ല് കൊണ്ട് മുത്തുനബിന്റെ 1500-ാമത്തെ പിറവി മാസമായ റബീഉൽ അവ്വലിലാണ് നമ്മളുള്ളത്. നബിയുടെ മദ്ഹ് സ്വല്പം ഒരു വിഷയമായി നമുക്ക് എടുത്തു തരണം ഈ പുണ്യ റബീയിൽ കഴിയുന്നത് വരെ എന്നൊരു സന്ദേശം എന്റെ സുഹൃത്ത് സക്കാവി അറിയിച്ചതിന്റെ ഫലമായി പല കിതാബുകളും പരതിയിൽ നിന്ന് കിട്ടിയതിനനുസരിച്ച് ഇന്നൊരു വിഷയം വിടുകയാണ്. ഇന്ന് ഞാൻ ചർച്ചയ്ക്ക് എടുക്കുന്ന വിഷയം ആദ്യമായി തന്നെ നബിന്റെ ഒളിവ് 100 റിയാ. അതിനെക്കുറിച്ച് ഹദീസിൽ എന്ത് വന്നു, ഖുർആനിൽ എന്ത് വന്നു, പണ്ഡിതന്മാരുടെ വഴികൾ എന്താണ്, എന്തൊക്കെയെന്നുള്ള സ്വല്പം വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഉലമാക്ക് അതിലുണ്ടല്ലോ, എല്ലാവർക്കും ഇത് ഉപകരിക്കും എന്നൊരു പ്രതീക്ഷയോടെ അല്ലാഹു തആല ഉപകരിപ്പിക്കട്ടെ എന്ന ആശയോടെ ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. അതിന്റെ മുമ്പ് എല്ലാവരും ഇത് ഗൗനിക്കുകയും അതില് എന്തൊക്കെ തെറ്റുകളുണ്ടോ തിരുത്തി തരികയും ഇഷ്ടമായെങ്കിൽ അതിനനുസരിച്ച്, ഇഷ്ടമായില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള അടയാളങ്ങളും ചിഹ്നങ്ങളും ഒക്കെ പറയുക, ചെയ്യുക. ഇതിനെ കാര്യമായി പറയാനുള്ളത് ഇൽമു ഉപകാരപ്പെടണം, ദുനിയാവിലും ആഖിറത്തിലും ഉപകാരം കിട്ടണം. നമ്മുടെ ഉസ്താദന്മാർ, നമ്മളെ സഹായിച്ച ആളുകൾ, മാതാപിതാക്കൾ, ഇവർക്ക് എല്ലാവർക്കും അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാനും പ്രാർത്ഥിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നൂറ് മുഹമ്മദിയിലെ 2ാമത്തെ ക്ലാസ്. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് മുത്തുനബി തങ്ങളുടെ ഒളിവ്, പ്രഭ, അതെല്ലാം കഴിവിന്റെ പരമാവധി ചുരുക്കി വിശദീകരിച്ചു. ഇനി എത്ര ധാരാളം കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്കത് പഠിക്കുക എന്ന ലക്ഷ്യമാണ്. ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണ് മുത്തുനബി ഒളിവ് എന്താന്ന് പഠിക്കല്. സാധാരണ നമ്മൾ ഹുബ്ബിൻ നബി പറഞ്ഞുകൊണ്ട് കുറെ അങ്ങ് പ്രസംഗിച്ചു പോകാറുണ്ട്. അതിന്റെ ഇടയിൽ ഒരുപാട് തർക്കങ്ങൾ നടക്കാറുണ്ട്. എന്നാൽ ഇക്കാലഘട്ടത്തിൽ നബിനെ ചോദ്യം ചെയ്യുകയാണ്. നബിന്റെ ഉമ്മ ആര്, ഉപ്പ ആര്, അവർക്കെന്തൊക്കെ ന്യൂനതകളുണ്ടോ, തറവാടിത്തങ്ങളെ കുറിച്ചൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. ആ ചോദ്യം ചെയ്യലിൽ ബിദ്അത്തുകാരും അല്ലാത്തവരും കടന്നുകൂടിയത് കൊണ്ടാണ്. അപ്പൊ അവരൊക്കെ മരത്തി അടിക്കേണ്ടതും അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ വക്താക്കളായി നമുക്ക് കടമയാണ്. അതിന് എത്രയോ വർഷങ്ങൾ മുമ്പ് നമ്മുടെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മൊഴികളാണ് നിങ്ങൾക്ക് മുമ്പിൽ ഈ വിനീതൻ വെക്കുന്നത്. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ആ ഒളിവ് ഈ ലോകത്തേക്ക് ആരിലൂടെ വന്നു, എങ്ങനെ വന്നു. അതാണ് മങ്കൂസ് മൗലൂദിൽ അതിന്റെ ബാക്കി ഹദീസ് എടുത്തിട്ട് അതിന്റെ ബാക്കി പറഞ്ഞല്ലോ. ഫലമ്മാ ഖലഖല്ലാഹു തആല ആദമ അലൈഹിസ്സലാം അൽഖാ ദാലിക നൂറ. ആ അല്ലാഹു തആല പടച്ചു വെച്ചതായിരിക്കുന്ന മുത്തുനബിന്റെ ഹഖീഖത്തായ ഒളിവിനെ ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചു. ഈ തീരത്തി കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയത്. അപ്പൊ ആ മണ്ണിൽ നിന്ന് അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാം പടച്ചപ്പോ അവിടെ വെച്ചു അല്ലാഹു തആല ആ നൂറിനെ ആ മണ്ണിലിട്ട് കൊടുത്തു. അങ്ങനെ ആദം നബിയിലായി പിന്നെ ആ ഒളിവ് വന്നത്. ആദം നബി ആദിമ മനുഷ്യനാണ്, പരിശുദ്ധനാണ്, പരിശുദ്ധ ആത്മാവാണ്, സംശുദ്ധനാണ്, പ്രവാചകനാണ്. അപ്പൊ ആ നബിന്റെ ഒളിവ് വരണമെങ്കിൽ ആ പരമ്പര നല്ല വട്ടത്തിലായിരിക്കണം. അപ്പൊ ആദം നബി നബിയാണ്, ആ നബിയിലെത്തിക്കഴിഞ്ഞു. എന്നിട്ട് സുൽബി ആദമ, എന്നിട്ട് മഹാന നബി തങ്ങളെ ഹദീസിൽ പറയുന്നു, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിലൂടെയായി അള്ളാഹു എന്നെ ഇറക്കി. എവിടേക്കിറക്കി? ഇലല്ലി, ഭൂമി ലോകത്തേക്ക് ഇറക്കി. സ്വർഗീയ ലോകത്തുണ്ട്, മണ്ണുകൊണ്ട് സൃഷ്ടിച്ച് സ്വർഗീയ ലോകത്തുണ്ട്. അവിടുന്ന് പിന്നെ ഭൂമി ലോകത്തേക്ക് വരികയാണ്. വരുമ്പോൾ ഈ ഒളിവ് എവിടെ ഉണ്ട്? ആദം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിലാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോയിട്ട് നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിലായി. അങ്ങനെ ഇബ്രാഹിമ, പിന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മുതുകിലായി എന്നെ എറിഞ്ഞു. എന്നിട്ട് പറയുന്നു ഹദീസ്, പരിശുദ്ധമാക്കപ്പെട്ട ഗർഭപാത്രങ്ങളിലൂടെ, മാന്യമാക്കപ്പെട്ട പിതാക്കന്മാരുടെ മുതുകിലൂടെ അള്ളാഹുവിനെ നീക്കം ചെയ്തുകൊണ്ടേയിരുന്നു. നല്ല ശുദ്ധമായ പരമ്പരയിൽ കൂടെ, മുതുകിലൂടെ, ഗർഭപാത്രങ്ങളിലൂടെ വന്നുകൊണ്ടേയിരുന്നു. അത്താഹ്റജനി, അങ്ങനെ അള്ളാഹു തആല പുറപ്പെടുവിച്ചു. അവസാനം മിംബൈനി അബവയ്യ, എന്റെ മാതാപിതാക്കൾക്കിടയിൽ, ലം യൽതഖിയാ ലാ സിഫായിൻ ഖത്ത്, ഒരിക്കലും എന്റെ മാതാപിതാക്കൾ വേണ്ടാത്തരം വ്യഭിചാരങ്ങളോ ഒരനർത്ഥവും ഉണ്ടായില്ല. നല്ല തറവാട് മഹിമയാണ്.
ഈ രൂപത്തിലാണ് അള്ളാഹു തആല ഈ ഭൂമി ലോകത്തേക്ക് എന്റെ പിതാക്കന്മാരുടെ മാതാക്കന്മാരുടെ അള്ളാഹ് ഇറക്കിക്കൊണ്ടുവന്നു. അപ്പൊ നബി വന്ന റൂട്ട് നല്ല പരിശുദ്ധമായ റൂട്ടാ തിരിഞ്ഞല്ലോ. ഇനി അതിനെ നമുക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് സംസാരിക്കാം. وعن ابن عباس رضي الله تعالى عنهما في قوله تعالى وتقلبك بالساجدين. وتقلبك بالساجدين എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യുന്ന ആൾക്കാർ, നമസ്കരിക്കുന്ന ആൾക്കാർ നല്ലവർ. അങ്ങനത്തെ ആൾക്കാരുടെ കൂട്ടത്തിലായി അള്ളാഹു എന്റെ മറിച്ച് അള്ള കാണുന്നവൻ, അള്ള ചെയ്യുന്നവൻ. അങ്ങനെ അതിൽ കൂടെ ഞാൻ വന്നതെന്നാണ്. അപ്പൊ ഈ ആയത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു റഈസുൽ മുഫസ്സിരീൻ ആണ്. മഹാൻ പറയുന്നു ഖാല മിൻ നബിയിൻ ഇലാ നബിയിൻ ഹത്താ ഉഖ്രിജ്തു നബിയൻ എന്നാണ്. ഒരു പ്രവാചകനിൽ നിന്ന് മറ്റൊരു പ്രവാചകനിലേക്ക് അള്ളാഹ് എന്നെ നീക്കം ചെയ്തു. അങ്ങനെ പോന്നു ഞാൻ ഒരു നബിയായി എന്നെ പുറപ്പെടുവിക്കുന്നത് വരെ ഞാൻ ഇങ്ങനെ പോന്നു എന്ന് പറഞ്ഞാൽ ഐ വുജിദത്തിൽ അംബിയാഉ ഫീ ആബായിഹി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പറഞ്ഞതാണ് വുജിദത്തിൽ അംബിയാഉ ഫീ ആബായി, മുത്തുനബി തങ്ങളുടെ പിതാക്കന്മാരിൽ അംബിയാക്കൾ ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ അംബിയാക്കളുടെ വെറും അംബിയാക്കൾ മാത്രമല്ല കേട്ടോ, എല്ലാവരും ഉണ്ട്. അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ തൊട്ട് വേറെ റിപ്പോർട്ടിൽ മാസാലൻ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൻഖലിബു ഫീ അസ്ലാബിൽ അംബിയായി അയൽ മദ്കൂരീന വഗൈരിഹിം. എന്താ പറയുന്നത്? നബി തങ്ങൾ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ് അംബിയാക്കളുടെ മുതുകിലൂടെ. ഇവിടെ പറയപ്പെട്ട അംബിയാക്കുണ്ട്, അവരുടെ മുതുകിലൂടെ പോന്നു. അവരല്ലാത്തവരുടെ മുതുകിലും നബി തങ്ങൾ പോന്നുകൊണ്ടിരിക്കുകയാണ്. ഏതുവരെ? അത്താ വലതുഹു ഉമ്മുഹു, മഹാനായ നബിക്ക് നബിന്റെ ഉമ്മ ജന്മം നൽകുന്നത് വരെ. അപ്പോ ആദം നബി മുതലുള്ള 1,24,000 പ്രവാചകന്മാരുടെ വന്ന് അവരൊക്കെ മുതുകിലൂടെ പോന്നു. അവരൊക്കെ നല്ലവരല്ലേ? അവരിന്ന് പിന്നെ അമ്പിയാക്കൾ അല്ലാത്തവർ വന്നു. അങ്ങനെ പോന്ന് അബ്ദുള്ളയിലും ആമിന ബീവിയിലും എത്തി ആ ഒളിവ്. പിന്നെ ആമിന ബീവി ആ കുഞ്ഞിനെ ജന്മം നൽകിയത്. അങ്ങനെ പരിശുദ്ധമായ വഴിയിലൂടെയാണ് പോന്നത് എന്ന് ആയത്തുകൊണ്ടും വ്യാഖ്യാനിച്ചെന്നല്ലോ ഹദീസും കണ്ടു. ഇത് പറയുമ്പോൾ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇപ്പൊ തറവാടിന് എന്താണ്? നല്ല ഉത്തമമായ തറവാടാണ്, നല്ല മഹിമമായ തറവാടാണ്. ആ തറവാട്ടിലൂടെ തന്നെ നബിനെ കൊണ്ടുവന്നത്. അത് നബി തന്നെ പറയട്ടെ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ റിവായത്തി അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു. അംർ ഇബ്നു ആസ് തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ നബി തങ്ങൾ പറഞ്ഞത് ഇന്നല്ലാഹു ഇഖ്താറൽ അറബ അലന്നാസി വഖ്താറനി അലാ മൻ അന മിൻഹു മിൻ ഉലൈക്കൽ അറബ്. സീറത്തുൽ ഹലബിയിലുള്ളതാണ് ഈ പറഞ്ഞത്. എന്താ പറഞ്ഞത്? അല്ലാഹു തആല അറബികളെ തെരഞ്ഞെടുത്തു. ജനങ്ങളെക്കാൾ തെരഞ്ഞെടുത്ത അറബികളെയാണ്. അങ്ങനെ എന്നെ അല്ലാഹു തആല തെരഞ്ഞെടുത്തു. ഇപ്പോൾ ഞാൻ ആരിലാണോ അവരിൽ, അവിടെ മേലായി എന്നെ തെരഞ്ഞെടുത്തു. ആരേക്കാൾ? അറബികളുടെ കൂട്ടത്തിൽ വെച്ചിട്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഏതാണോ എന്റെ തറവാട്, അതാണ് അല്ലാഹു തആല എന്നെ തെരഞ്ഞെടുത്തത്. അപ്പൊ ഉന്നതമായിരിക്കുന്ന നിലയിൽ തന്നെയാണ് അള്ളാഹ് തെരഞ്ഞെടുത്തത്. അറബിയെ തെരഞ്ഞെടുത്തു. ആ അറബി വർഗത്തിൽ നിന്ന് ഉന്നതമായിരിക്കുന്ന ഒരു ഗോത്രമുണ്ട്, അതിലാണ് ഇപ്പൊ ഞാനുള്ളത്. അതിലെന്നെ തെരഞ്ഞെടുത്തു. ഇനി മറ്റൊരു ഹദീസ് വായിക്കാം. വഫിൽ ബുഖാരി, ബുഖാരിയിലുണ്ടല്ലോ ബുഇസ്തു മിൻ ഖൈരി ഖുറൂനി ബനി ആദമ ഖർനം വ ഖർനൻ ഹത്താ കുൻതു മിനൽ ഖർനി അല്ലദീ കുൻതു മിൻഹു. ബുഖാരിയിലാണ് പറയുന്നത്. എന്താ പറയുന്നത്? ബനി ആദമിന്റെ നല്ല നല്ല നൂറ്റാണ്ടുകളിലൂടെ ഇങ്ങനെ എന്നെ യാത്രയാക്കപ്പെട്ടു. ഒരു കർണ് കഴിയും, ഒരു കർണ് അങ്ങനെ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് പോവുകയാണ്. പോന്ന് ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഒരു കർണുണ്ടല്ലോ, ആ കർണിലേക്ക് ഞാൻ എത്തിക്കുന്നു. അവൊക്കെ പോകുന്നത് നല്ല നൂറ്റാണ്ടിലൂടെ, നല്ല വഴിയിലൂടെ തന്നെ വരുന്നത്. വഫി ഹദീസി മുസ്ലിം, ഇനി മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ഇന്നല്ലാഹു ഇസ്തഫാ കിനാനത്തം മിൻ വലദി ഇസ്മാഈല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ 2 മക്കളാണ്, ഇസ്ഹാഖ്, മറ്റൊന്ന് ഇസ്മായിൽ. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ മാതാവ് ഹാജറ ബീവിയാണ്. ഇസ്ഹാഖ് നബിയുടെ ഉമ്മ സാറാ ബീവിയുമാണ്. ചരിത്രം നമുക്കറിയാം.
ഇതിൽ ഇസ്ഹാഖ് നബി വഴിക്ക് ഒരുപാട് പ്രവാചകന്മാര് വന്നിട്ട് ജൂത ക്രൈസ്തവമായ പ്രവാചകന്മാരൊക്കെ വന്നു. ഇസ്മായിൽ നബി അറബികളുടെ നേതാവാണ്, പിതാവാണ്. അവ അറബികളുടെ പിതാവായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ മക്കൾ പരമ്പരയിലാണ് കിനാനത്തുള്ളത്. ആ കിനാനത്തിന് അള്ളാഹു തആല തെരഞ്ഞെടുത്തു. വസ്തഫ ഖുറൈശൻ മിൻ കിനാന, പിന്നെ കിനാനത്തിൽ നിന്ന് ഖുറൈശി ഗോത്രത്തെ അള്ളാഹു തെരഞ്ഞെടുത്തു. വസ്തഫ മിൻ ഖുറൈശ്, പിന്നെ ഖുറൈശിൽ നിന്ന് അള്ളാഹു തെരഞ്ഞെടുത്തു ബനി ഹാഷിം, ബനി ഹാഷിം വംശത്തെ. അങ്ങനെ വസ്തഫാനി മിൻ ബനി ഹാഷിം, അങ്ങനെ ഞാൻ എന്തായി ബനു ഹാഷിമിലായി. അപ്പൊ ബനു ഹാഷിം നല്ല വർഗമാണ്, ഖുറൈശ് ഉത്തമമാണ്, കിനാനത്ത് ഇതൊക്കെ നല്ല ഉത്തമന്മാരായ വർഗമാണ്. ഈ ഉന്നതരിൽ കൂടെയാണ്, ഉന്നത തറവാട്ടിലൂടെയാണ് അള്ളാഹു എന്നെ ജന്മം നൽകിക്കൊണ്ടുവന്നത്. ഇത് മുസ്ലിം റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അങ്ങനെയാണെങ്കിൽ ഹദീസ് ധാരാളം പഠിക്കല്ലേ നമ്മള്. വായന പറയുന്നവർക്ക് ഏത് ഹദീസ് എടുത്ത് പറയാലോ. വബി ഹദീസ് തുർമദി ബി സനദിൻ ഹസൻ, നല്ല സനദോടുകൂടി റിപ്പോർട്ട് ചെയ്ത തുർമദി ഇമാമിന്റെ ഹദീസ് ഉണ്ട്. ആ എന്താ, ഇന്നല്ലാഹ് ഖലഖൽ ഖൽഖ, അല്ലാഹു തആല സൃഷ്ടികളൊക്കെ സൃഷ്ടിച്ചു, മഖ്ലൂഖിനൊക്കെ അല്ലാഹു തആല സൃഷ്ടിച്ചു കഴിഞ്ഞു. അങ്ങനെ വന്നപ്പോ വജഅലനി മിൻ ഖൈരി ഫിറഖിഹിം, അവരുടെ പാർട്ടി വെച്ച് ഉന്നതമായ പാർട്ടി ഏതാണോ ആ കൂട്ടത്തിൽ അല്ലാഹു എന്നെ ആക്കി. സുമ്മ തഖയ്യൽ ഖബായില, പിന്നെ അല്ലാഹു തആല തെരഞ്ഞെടുക്കുന്ന ആരെയാണ്? ഗോത്രക്കാരെയാണ്. അങ്ങനെ വജഅലനി ഫി ഖൈരി ഖബീല, ഉന്നത ഗോത്രത്തിൽ എന്നെ അല്ലാഹു ആക്കി. സുമ്മ തഖയ്യൽ ബുയൂത്ത്, പിന്നെ അല്ലാഹു തആല തെരഞ്ഞെടുക്കുന്നത് വീടുകളാണ്. വജഅലനി ഫി ഖൈരി ബുയൂത്തിഹിം, അവരുടെ വീടുകളിൽ ഉന്നതമായ വീട്ടിൽ എന്നെ ആക്കി. അന ഖൈറുഹും നഫ്സ, എല്ലാം കൊണ്ടും ആത്മാവിനാലും തടിയാലും ഞാൻ അവരെക്കാൾ ഉന്നതനാണ്. നബിന്നത് പറയേണ്ടത്, അല്ലാതെ പറഞ്ഞു തരിക. നബിക്കത്ത് പറയാൻ അവകാശമുണ്ട്. ഇതൊന്നും അഹങ്കാരത്തിന്റെ വാക്കല്ല, നല്ല മഹിമയാണ്. ഖൈറുഹും ബൈതൻ, അവരെക്കാൾ വീടാന്ന് പറഞ്ഞ അസ്ലും. അപ്പൊ അസ്ല് നോക്കിയാലും ഉത്തമൻ ഞാൻ തന്നെയാണ്, ശാരീരികമായും ആത്മീയപരമായിട്ട് നോക്കിയാലും ഉത്തമൻ ഞാൻ തന്നെയാണ്. അതിന്റെ അപ്പുറമൊന്നും പറയാനില്ല. അപ്പൊ ഇവിടൊക്കെ എന്ത് മനസ്സിലാക്കാൻ, നബിന്റെ തറവാടിലോ പിതാമഹന്മാരിലോ മഹതിമാരിലോ അല്ലെങ്കിൽ ഉമ്മമാരിലോ ഒന്നും കുഴപ്പമില്ല. ഈ ഒബി ഹദീസ് തൊബറാനി, ഇമാം തൊബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഒന്ന് വായിക്കാനോ. ഇന്നല്ലാഹ് ഇഖ്താറൽ ഖൽഖ ഫഖ്താറ മിന്നും ബനി ആദം, സൃഷ്ടികളൊക്കെ അല്ലാഹു തആല പടക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തു. സൃഷ്ടിലോകത്തുനിന്ന് മനുഷ്യവർഗത്തെ അല്ലാഹു തെരഞ്ഞെടുത്തു. സുമ്മ ഇഖ്താറ മിൻ ബനി ആദമിൽ അറബ, ബനി ആദമിൽ നിന്ന് അറബി വംശത്തെ അല്ലാഹു തആല തെരഞ്ഞെടുത്തു. സുമ്മ ഇഖ്താറനി മിനൽ അറബി, പിന്നെ അല്ലാഹു തആല എന്നെ അറബികളാക്കി തെരഞ്ഞെടുത്തത്, മറ്റൊരു ഭാഷയൊന്നും ഞാനില്ല. ഫലം അസൽ ഖിയാറൻ മിൻ ഖിയാരിൽ, അങ്ങനെ ഞാൻ ഉന്നതരിലായിക്കൊണ്ട് ഇങ്ങനെ പോന്നു. ഞാൻ അല അറിയണേ, മൻ അഹബ്ബൽ അറബ, എല്ലാവരും അറബികളെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ഫബിഹുബ്ബി, അത് എന്നോടുള്ള പ്രിയം കൊണ്ടാണ്. അപ്പൊ എന്നോടുള്ള പ്രിയം കൊണ്ട് അഹബ്ബും, അറബികൾ അവൻ ഇഷ്ടം വെക്കും. ഒമൻ അബ്അദൽ അറബ, അറബിയോട് ആരെങ്കിലും ദേഷ്യം വെച്ചാൽ ഫബിഹുബി, ഫബിഹുബി എന്നെ കൊണ്ടുള്ള ദേഷ്യം കാരണം അബ്അദഹും, അവരെന്താകും? അറബികളെ ദേഷ്യം വെക്കുന്ന. അപ്പൊ ഈ ഹദീസ് കൊണ്ട് മനസ്സിലായത് എന്താണ്? ഉന്നതിൽ കൂടെ ഉന്നതരായി തെരഞ്ഞെടുത്ത് പോന്നിട്ട് അറബിയുടെ ഇഷ്ടം വെക്കുന്നുണ്ടെങ്കിൽ നബിയുടെ ഇഷ്ടം കൊണ്ടാണ്. അറബിയോട് ആരെങ്കിലും ദേഷ്യം വെക്കുന്നുണ്ടെങ്കിൽ നബിയുടെ ദേഷ്യമുണ്ട് എന്നർത്ഥം. അപ്പൊ ഇത്രയും ബുഖാരിയുടെയും മുസ്ലിമിന്റെയും തുർമദിയുടെയും തുബ്രാനിയുടെയും ഒക്കെ ഹദീസ് നമ്മളിവിടെ ഉദ്ധരിച്ചു. എന്റെ പിന്നെ മനസ്സിലാക്കാനുള്ളത്, ഈ ഹദീസുകൾ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നത് ത്വാബത്ത് ദാത്തുക ബിമാ ഊതീതഹു മിനൽ കമാലിൽ അഅ്ലാ, ഉന്നതമായിരിക്കുന്ന പരിപൂർണതി നബി തങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങയുടെ ദാത്ത് വളരെ നല്ലതായി. കദാലിക ത്വാബ നസബുക, അങ്ങയുടെ ശരീരം തന്നെ ആത്മാവും ഭൗതികവുമായ ജഡം, ആത്മാവും ഒക്കെ പുണ്യമായ ശരീരമാണ്. ആ ശരീരം പുണ്യമായതുകൊണ്ട് അതെവിടെയും കൊണ്ടിടാൻ പറ്റുന്നതല്ല. അങ്ങനെ വരുമ്പോൾ അങ്ങയുടെ തറവാടും നന്നായി മാറി. അവലം യകും മിൻ ഉമ്മഹാതിക മിൻ ലദുൻ ഹവ്വ ഇലാ ഉമ്മിക ആമിന റളിയല്ലാഹു അൻഹ, നിങ്ങളുടെ ഉമ്മമാരിൽ
ഹവ്വാ റളിയല്ലാഹു അൻഹ മുതൽ നിങ്ങളെ ഉമ്മയായ ആമിന ബിബി വരെയുള്ള ഉമ്മമാരിൽ ഇല്ല. വലാവി ആബായിക്ക നിങ്ങളെ പിതാക്കന്മാർ കൂട്ടത്തിലും ഇല്ല. മിൻ ലദുൻ ആദമ ഇല അബീക ആദം നബി അലൈഹിസ്സലാം മുതൽ നിങ്ങളെ പിതാവായ അബ്ദുള്ള എന്ന് പറയുന്ന മഹാൻ വരെ ഇല്ല. ഇല്ലാമൻ ഒരുത്തരല്ലാതെ ഇല്ല. വ മുസ്തഫ അവരെന്താണ് തെരഞ്ഞെടുക്കപ്പെട്ടവരും മുഖ്താറാക്കപ്പെട്ടവരുമായ ആളുകളാണ്. അപ്പൊ മാതാപിതാക്കളിൽ ആരും എന്തില്ല മോശക്കാരില്ല, എല്ലാം ഉന്നതരും തെരഞ്ഞെടുക്കപ്പെട്ടവരുമാകുന്നു എന്ന് ഈ ഹദീസുകൾ കൊണ്ടൊക്കെ മനസ്സിലായല്ലോ. ഇനി നോക്കൂ, ഹംസിയ ബൈത്ത് ലം തദൽ ബിളമാഇൽ കൗനി തുഖ്താ റൂലക്കൽ ഉമ്മഹാതു വൽ ആബാഉ. ഉണ്ടാകുക എന്ന ഒളിവിലൂടെ മറഞ്ഞു മറഞ്ഞു വരികയാണ് എന്ന് പറഞ്ഞാൽ പിതാക്കന്മാരുടെ മുതുകിലൂടെയായി മാതാക്കന്മാരുടെ ഗർഭപാത്രത്തിൽ മറഞ്ഞ് ഉണ്ടായിക്കൊണ്ടേ പോന്നു. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി ഉമ്മമാരെയും പിതാക്കന്മാരെയും തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്ന് സറഹുൽ അംജിയ. ഈ സറഹുൽ അംജിയ ഈ പദ്യം ചൊല്ലിക്കൊണ്ടാണ് മുകളിൽ ഉദ്ധരിച്ചതായിരിക്കുന്ന ഹദീസ് എല്ലാം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സറഹുൽ അംജിയ മറിച്ചാൽ ധാരാളം നീ കാണാം. അങ്ങനെ ഉന്നതമായ കുലത്തിലൂടെയും ഗോത്രത്തിലൂടെയും വംശത്തിലൂടെയും പിതാക്കന്മാരിലും മാതാക്കളിലൂടെയാണ് നമ്മുടെ പൊന്നമ്പിളിയായ കണ്ണിലുണ്ണിയായ കൃഷ്ണമണിയായ എല്ലാമായ ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വരവ്. അപ്പൊ അറബിയാണ് നബി, ഖുറൈശിയുമാണ്. ഈ അറബിയാണ് ഖുറൈശ് എന്ന് പറയുമ്പോൾ അറബിക്കൊണ്ട് സ്ഥാനം ഖുറൈശിക്കും സ്ഥാനം. അതൊക്കെ നബി പഠിപ്പിച്ചിട്ടുണ്ട്. അതിന് നമുക്ക് പറയാം, ഇതൊക്കെ വയത് പറയാൻ പറ്റുമല്ലോ. വാലിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാ ഖാൽ ഇബ്നു ഉമർ തങ്ങൾ പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു, എന്ത്? മൻ അഹബ്ബൽ അറബ ഫബിഹുബ്ബി അഹബ്ബഹും വമൻ അബ്അദൽ അറബ ഫബിബുഅദി അബ്അദഹും. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അറബികൾ ആരെങ്കിലും ഇഷ്ടം വെക്കുന്നുണ്ടെങ്കിൽ എന്നോടുള്ള പ്രേമം കൊണ്ടാണ് അറബികൾ അവർ പ്രേമിക്കുന്നത്. അറബികൾ ആരെങ്കിലും കോപിക്കുന്നുണ്ടെങ്കിലോ എന്നോടുള്ള കോപം കാരണമാണ് അറബികൾ അവർ കോപിക്കുന്നത്. കാരണം എന്താ? ഞാൻ അറബിയാണ്. അത് എന്നെ ഇഷ്ടം വെക്കുന്നവർ അറബികളെ ഇഷ്ടം വെക്കും. എന്നോട് ദേഷ്യം വെച്ചവനാണ് അറബികളെ കോപിക്കുക. അപ്പൊ അറബികളെ കുറ്റം പറയാൻ പറ്റുമോ? പറ്റില്ല. അറബികളോട് ദേഷ്യം വെക്കാനൊന്നും പറ്റൂല. ഇതാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട റിപ്പോർട്ടെങ്കിൽ സൽമാൻ ഫാരിസി റളിയല്ലാഹു മഹാൻ പറയുന്നു, ഖാലലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ എന്നോട് പറഞ്ഞു, യാ സൽമാൻ, സൽമാനെ ലാ തുബ്ഇദ്നി, നീ എന്നോട് കോപിക്കരുത് സൽമാനെ എന്ന് പറഞ്ഞു. സൽമാൻ കോപിച്ചതല്ല, സൽമാൻ ഫാരിസി തങ്ങൾ. സൽമാൻ ഫാരിസി തങ്ങൾ ചരിത്രം നമുക്ക് അറിയാലോ. എല്ലാ മതം പരിശോധിച്ച് എല്ലാം ഒഴിവാക്കി അവസാനം റസൂലുള്ളാഹിന്റെ തെറ്റി മതം സ്വീകരിച്ച മഹാനാണ്. ആ സൽമാൻ ഫാരിസിയോട് നബി തങ്ങൾ പറയുന്നു, നീ എന്നോട് കോപിക്കരുതേ എന്ന്. അപ്പൊ എന്താണെന്നറിയാമോ? അങ്ങനെ കോപിച്ചാൽ ഫതുഫാരിഖു ദീനക, നീ നിന്റെ മതവുമായി വിട്ടുപോകും, ഒരു രക്ഷ ഉണ്ടാവൂല. കാരണം നബിയോട് കോപം വന്നാൽ ഉണ്ടാവില്ലല്ലോ. അപ്പൊ കൊൽത്തു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് കൈഫ ഉബിഅദുക വബിക ഹദാനില്ലാ, നബിയെ ഞാൻ എങ്ങനെയാണ് അങ്ങയോട് കോപിക്കുക? നിങ്ങൾ കാരണമായിട്ടല്ലേ അള്ളാഹു എനിക്ക് ഹിദായത്ത് നൽകിയത്. എന്നിട്ട് ഞാൻ നിങ്ങളോട് കോപിക്കുക, അതുണ്ടാവില്ല. അതെങ്ങനെ പറഞ്ഞു തരീന്നാണ്. ഹാല, അപ്പൊ അതിന്റെ കാരണം പക്ഷാത്ത നബി തങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ പറഞ്ഞു കൊടുക്കുന്നു, തുബിഅദുൽ അറബ, താങ്കൾ അറബിയോട് കോപിക്കും. അങ്ങനെ വരുമ്പോ തുബിഅദുനി, അങ്ങ് എന്നോടും ദേഷ്യം വെക്കും. അതാണ് പറഞ്ഞത്. അപ്പൊ നബിനോട് ദേഷ്യം വെച്ചാൽ ദീനുമായി അകന്നു പോയില്ല. കാരണം നബി ദീന്റെ ആളാണല്ലോ, അത് പ്രചരിപ്പിക്കാൻ വന്ന മഹാനല്ലേ. അപ്പൊ നബിനോട് ദേഷ്യം വെക്കാൻ പാടില്ല, വെച്ചാൽ അപകടമായി എന്നല്ലേ. എന്നാൽ അറബിയോട് ദേഷ്യം വെക്കുന്നവർ ആരെന്ന് വ്യക്തമായി പറയുന്നുണ്ട്. وعن علي رضي الله عنه قال قال رسول الله صلى الله عليه وسلم قال لي رسول الله صلى الله عليه وسلم, നബി തങ്ങൾ എന്നോട് പറഞ്ഞു. അലിയാർ പറയാ, ലാ യുബിഉൽ അറബ ഇല്ലാ മുനാഫിഖുൻ, അറബികളോട് കപടനായ ആള് മാത്രമേ ദേഷ്യം വെക്കുള്ളൂ.
അപ്പൊ ഉള്ളിൽ കുഫറും പുറത്തേക്ക് പറഞ്ഞു. അങ്ങനെ അഭിനയം, നിഫാഖ് എന്ന് പറഞ്ഞാൽ അഭിനയിക്കലാണല്ലോ. ആ അഭിനയമുള്ള ആളുകൾക്ക് അല്ലാതെ അറബിയോട് ദേഷ്യം വെക്കാൻ പറ്റില്ല. ഓലാണ് ദേഷ്യം വെക്കുക. അപ്പൊ നബിയോട് ദേഷ്യം വെക്കുന്നത് കപടനാന്ന് മനസ്സിലാക്കാം. ഈ എന്ത് അറബികത്തെ ഇഷ്ടം വെച്ചോന്ന് പറയാൻ കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അഹിബ്ബുൽ അറബ, അറബികൾ നിങ്ങൾ ഇഷ്ടം വെക്കണം സലാത്തിന് 3 കാര്യം. അപ്പൊ അറബികൾ 3 കാര്യമുണ്ട്. അതുകൊണ്ടാ. അതെന്താ കാരണം? അന്നി അറബിയുൻ, ഞാൻ അറബിയാണൊന്ന്. വൽ ഖുർആനു അറബിയുൻ, എനിക്കിറക്കപ്പെട്ട ഖുർആൻ അറബിയാണ്. കലാമു അഹ്ലിൽ ജന്നത്തി അറബിയുൻ, സ്വർഗാവകാശം സംസാരിക്കുന്നതും അറബിയാണ്. ഈ 3 കാരണം. അപ്പൊ അറബിക്ക് പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യമുള്ള അറബിയിലാണ് ഞാൻ വന്നത്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഇന്ന ലിവാ അൽ ഹംദി യൗമൽ ഖിയാമത്തി, അന്ത്യദിനത്തിൽ ലിവാഉൽ ഹംദ് എന്ന് പറയുന്ന പതാക ബിയദി, എന്റെ കയ്യിലാണ്. വഅന്ന അഖറബൽ ഖൽഖി മിൻ ലിവാഇ യൗമഇദിൻ, അന്നേ ദിനത്തിൽ എന്റെ ഈ പതാകയോട് ഏറ്റവും അടുത്തവർ അൽ അറബ്, അറബികളാണ്. ഇതൊക്കെയാണ് അറബികൾക്കുള്ള പ്രാധാന്യം. ആ പ്രാധാന്യമുള്ള അറബിയിൽ അറബി വന്നത്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഇദാ ദല്ലത്തിൽ അറബു ദല്ലൽ ഇസ്ലാം, അറബികൾ നിന്ദ്യന്മാരായ ഇസ്ലാം നിന്ദ്യമായി പോയി. കാരണം അറബികളിലൂടെയല്ലേ ഇസ്ലാം വന്നത്. അപ്പൊ അത് നശിക്കാൻ പാടില്ല. അപ്പൊ അറബികൾ നിന്ദ്യന്മാരായ ഇസ്ലാം നിന്ദ്യത വരും. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ സീറത്തുൽ ഹലബിയ നോക്കിയാൽ കിട്ടും ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് അറബികൾക്കുള്ള വേറെ ഖുറൈശിന്റെ പ്രത്യേകത. അറബികൾ പറഞ്ഞു കഴിഞ്ഞു, ഇനി ഖുറൈശ് നോക്കാം. ഒബിൽ ഹദീസി, ഹദീസ് വായിച്ചാൽ കിട്ടുമെന്ത്? അല്ലിൽ മുബി ഖുറൈശിൻ, വിജ്ഞാനൊക്കെ ഖുറൈശിയിലാ ഉള്ളത് എന്ന്. ഖുറൈശി തന്നെ പണ്ഡിതന്മാരുള്ളത്. ഒബിൽ ഹദീസി, മറ്റൊരു ഹദീസിൽ കാണാം, ആലിമു ഖുറൈശിൻ യംലു തിബാഖൽ അർളി ഇൽമാ, ഖുറൈശി വംശത്തിൽ വരുന്നൊരു പണ്ഡിതനുണ്ട്. ആ പണ്ഡിതൻ ഭൂലോകം ആകെ, ഭൂമി ആകെ ഇൽമു നടക്കുന്ന, അത് ഖുറൈശിയെ പറ്റിയുള്ള മഹത്വമാണ്. ഒരു റിപ്പോർട്ടിൽ കാണാം, ലാ തസുബ്ബു ഖുറൈശൻ, ഖുറൈശിയെ ചീത്ത പറയരുത് നിങ്ങൾ. ഫഇന്ന ആലിമഹ യംലു ലർള ഇൽമ, കാരണം ഖുറൈശിപ്പെട്ട ഒരു പണ്ഡിതൻ ഈ ലോകം ആകെ ഇൽമു നടക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഖുറൈശിയെ ചീത്ത പറയണ്ട. മറ്റൊരു റിപ്പോർട്ടിൽ ഖുറൈശിക്ക് വേണ്ടി ഹിദായത്തിന് തേടി തങ്ങൾ, അല്ലാഹു മഹ്ദി ഖുറൈശൻ, ഖുറൈശിന് ഹിദായത്ത് നൽകണേ അല്ലാഹ്. കാരണം എന്താ? ഇന്ന ആലിമഹ യംലു തിബാഖൽ അർളി ഇൽമ, അവിടേക്ക് ഈ പണ്ഡിതൻ, ഖുറൈശി പണ്ഡിതൻ ഇൽമു നടക്കുന്നു. അപ്പൊ ഉന്നതമായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഖുറൈശിയിലാണ്. അപ്പൊ ഉന്നത ഗോത്രമാണ് ഖുറൈശ്. ആ ഖുറൈശിനാണ് ആരെ തെരഞ്ഞെടുത്തിട്ടുള്ളത്? മുത്തുനബി തങ്ങളെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പൊ നബിന്റെ ഒളിവ് പോന്നു ഉന്നതരിൽ കൂടെ വന്ന് ഉന്നത തറവാട് പറഞ്ഞു, ഉന്നത ഗോത്രം പറഞ്ഞു, വംശം പറഞ്ഞു. ഇനി നമുക്ക് ഇതൊക്കെ സീറത്തുൽ അറബിയിൽ കിട്ടും. ഇനി നമുക്ക് പറയാറുള്ളത്, ആ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ്, വലം യൽതഖിയ ലാ സിഫായിൻ ഖത്തു, ഉമ്മയും ബാപ്പയും ഒരിക്കലും വ്യഭിചാരവുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടേ ഇല്ല. അതാണ് ശരിക്കർത്ഥം. ഇതൊന്ന് വിശദീകരിക്കാൻ നമുക്ക്. എന്താണ്? എന്തൊക്കെ നൂറു മിൻ ആദമ, ആദം നബി അലൈഹിസ്സലാമിൽ ഉണ്ടായിരുന്ന പ്രഭ, നബിന്റെ ഒളിവാണല്ലോ, അത് നെറ്റിത്തടത്ത് നല്ലോണം തെളിഞ്ഞിരുന്നതാണ്. ആ പ്രഭ നീങ്ങിയത് ഇലാ അബ്ദില്ലാ, അബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ പിതാവായ അബ്ദുള്ളയിലേക്ക് നീങ്ങി. ഓമിൻഹു, അബ്ദുള്ള തങ്ങളിൽ നിന്ന് ഇലാ ഉമ്മി ആമിന, മുത്തുനബിയുടെ ഉമ്മയായ ആമിന ബീവിയിലേക്കും നീങ്ങി. മിൻ ഗൈരി സിഫാഹിൽ ജാഹിലിയ്യ, ജാഹിലിയ്യ കാലഘട്ടത്തിൽ പ്രവാചകന്മാരില്ലാത്ത കാലമാണ്. അക്കാലഘട്ടത്തിലുണ്ടായിരുന്ന ഒരുപാട് വ്യഭിചാരന്മാരിലൊക്കെ നടക്കുന്നത്. അങ്ങനത്തെ ഒന്നുമില്ലാതെ ചെന്നത്. നോക്കൂ, ഏതുപോലെ ചോദിച്ചാൽ ഹദീസിൽ ബൈഹഖി സുനനിഹി, ബൈഹഖി ഇമാമിന്റെ സുനൻ എന്ന കിതാബുണ്ട്. അതിൽ കാണാം, മാ വലദനി മിൻ സിഫാഹിൽ ജാഹിലിയ്യത്തി ശൈഉൻ, മാ വലദനി ഇല്ലാ നിക്കാഹുൽ ഇസ്ലാം എന്ന് കാണാം. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ജാഹിലിയ കാലത്തുണ്ടാവുന്ന സിഫാലുണ്ട്, അതിൽ എനിക്ക് ജന്മം നൽകിയിട്ടില്ല ഒന്നും.
എനിക്ക് ജന്മം നൽകിയത് ഇസ്ലാമിക നിക്കാഹിലൂടെ മാത്രമാണ്. അപ്പൊ എന്റെ തറവാട് ഉന്നതമായ ഉമ്മയും ബാപ്പയും ഒരു മോശമില്ലാത്തോല തിരിഞ്ഞു. അബൂ നുഐം ഇബ്നു അസാക്ക് ഇവർ 3 പേരും റിപ്പോർട്ട് ചെയ്ത ഹദീസുണ്ട്. ഖറജതു മിൻ നിക്കാഹ്, ഞാൻ നിക്കാഹിലൂടെ തന്നെയാണ് വന്നത്, നിക്കാഹ് ഇല്ലാതെയല്ല വന്നത്, എനിക്ക് തറവാടുണ്ട് അർത്ഥം. വലം ഉഖ്റജ് മിൻ സിഫാഇൻ മിൻ ലദുൻ ആദമ ഇലാ അൻ വലദനി അബീ വ ഉമ്മി. ആദം നബി അലൈഹിസ്സലാം മുതൽ ഒരു സംഗതിയും ഏതുവരെ എന്റെ പിതാവും എന്റെ ഉമ്മയും എനിക്ക് ജന്മം നൽകുന്നത് വരെ ഒരു സിഫാവും യാതൊരു ബന്ധം ഞങ്ങൾക്കില്ല. ജാഹിലിയ കാലഘട്ടത്തുണ്ടാകുന്ന സിഫാവ് എന്ന വിചാരം, അതിലുണ്ടാകുന്ന ഒരു സംഗതി പോലും എനിക്ക് എത്തിയിട്ടില്ല. അങ്ങനെ തറവാട് എനിക്കില്ലെന്നെ എന്നാണ്. അബൂ നുഐം ഒറ്റ റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. ലം യൽതഖി അബവായ, എന്റെ മാതാപിതാക്കൾ കണ്ടുമുട്ടിയിട്ടില്ല, കണ്ടിട്ടേയില്ല, കത്തു ഒരിക്കലുമല്ല, സിഫായിന്റെ വിചാരത്തിന്റെ മേൽ. ലം യദരില്ലാഹു യൻഖുലുനി മിനൽ അസ്ലാബി ത്വയ്യിബത്തി ഇലൽ അർഹാമി ത്വാഹിറ. അങ്ങനെ എന്താണെന്നറിയാമോ, അല്ലാഹു തആല നീക്കിക്കൊണ്ടിരിക്കുകയാണ് പരിശുദ്ധമാക്കപ്പെട്ട മുതുകിൽ നിന്ന് എല്ലാ അഴുക്കുകളെ തൊട്ടും ശുദ്ധിയായി നിൽക്കുന്ന ഗർഭപാത്രത്തിലേക്ക് മുസഫം മുഹസ്സബ, തെരഞ്ഞെടുക്കപ്പെട്ടവരായിട്ടും എല്ലാ കീടങ്ങളും ഒഴിവാക്കപ്പെട്ടവരായിട്ടും, ലാ യതശഅബു ശുഅബത്താനി, 2 പാർട്ടി ഉണ്ടായിട്ടില്ല, ഇല്ല കുന്തുബി ഖൈരിഹിമാ, ആ 2 പാർട്ടിയിൽ ഉന്നതമായ പാർട്ടി ഏതാണോ അത് ഞാനായിട്ടല്ലാതെ. 2 പാർട്ടി വന്നിട്ടുണ്ട്, അതിലൊരു പാർട്ടി ഉന്നതമായത് അത് ഞാനുണ്ട്. ഇബ്നു മർദവൈ റിപ്പോർട്ട് ചെയ്യുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ ഖുർആൻ ഓതി. എന്തായത്ത്? ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും എന്നാണ് ആയത്ത് ഓതിയത്. അപ്പൊ നിങ്ങളെ നഫ്സിൽ തന്നെ നിങ്ങൾക്ക് പ്രവാചകൻ വന്നു എന്ന് പറഞ്ഞു. വഖാല അന അൻഫുസുകും നസബും വസിഹറും വഹസ്ബ ലൈസ ബി ആബാഇ മിൻ ലദുൻ ആദമ സിഫാഉൻ കുല്ലുനാ നിക്കാഹ്. അതായത് ഞാൻ തറവാട് വഹിക്കും വിവാഹബന്ധം വഹിക്കും ഒക്കെ നോക്കിയാലും ഉന്നതനാണ് ഞാൻ. എന്റെ പിതാവിനോ മാതാവിനോ ഇല്ല, ആദം നബി മുതൽ ഒരു വടക്കായി പ്രവൃത്തി ആരും ചെയ്തതായി ഇല്ല. നമ്മളൊക്കെ നിക്കാഹ് സംബന്ധമായി തന്നെ ഉണ്ടായിട്ടുള്ളൂ എന്നായി. ഇപ്പറഞ്ഞത് ഷെഹറുൽ അംജിയൽ കിട്ടും. അപ്പൊ ഷറഹുൽ അംജിയ, ഷെഹറല്ല ഷറഹുൽ അംജിയലുണ്ട്. ആൽ ഖസ്തല്ലാനി ബിൽ മവാഹിബി വസ്സിഫാഹ്, മവാഹിബിൽ പറഞ്ഞ സിഫ എന്ന് പറയുന്ന ഖസ്തല്ലാനി എന്ന് പറഞ്ഞ സിന എന്നാണ്. വൽ മുറാദു ബിഹി ഹാഗുന, ഇവിടെ നബിനെ പറ്റി പറഞ്ഞ ഈ ഹദീസിൽ ഉദ്ദേശം അന്നൽ മർഅത തുസാബിഹു റജുലൻ മുദ്ദത്തൻ, ഒരു കാലയളവിൽ ഒരാളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു പെണ്ണ്, സുമ്മ യതസവ്വജുഹ ബഅദ ദാലിക, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവളെ അവൻ വിവാഹം ചെയ്യുക. ഇതിന്റെ പേരാണ് സിഫ. ഇത് നബിയിൽ ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞത് എവിടുന്ന് കിട്ടി? ഇബ്താൽ റുസ്ൽ എന്ന കിതാബുണ്ട്. വസിഫാഹും സിനാഹും കാനത്തിൽ മർഅതു മിന്നും തുസാബിഹു റജുല മുദ്ദത്തൻ സുമ്മ യതസവ്വജുഹ ശറഹുൽ അംദിയ. والمراد بالصفاء الزنا أي فإن المرأة كانت تساوي الرجل مدة ثم يتزوجها إن أرادا. ഇതാണ് സിഫായിന്റെ അർത്ഥം സീറത്തുൽ ഹലബി. അപ്പൊ പറഞ്ഞത് എന്താന്ന് ചോദിച്ചാല്, സിഫാഖ് എന്ന് പറഞ്ഞാൽ അവരുടെ വ്യഭിചാരമെന്ന്, അവരുടെ കൂട്ടത്തിൽപ്പെട്ട പെണ്ണ് ഒരാളുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും കുറച്ചു കാലം, എന്നിട്ട് പിന്നെ അയാൾ അവളെ കല്യാണം കഴിക്കും. ഇങ്ങനെയാണ്. ഇനി സിഫാഖ് കൊണ്ട് ഉദ്ദേശം ജിനയാണ്. കാരണം എന്താ? ഒരു പെണ്ണ് അവരുടെ പുതിയാപ്പിളക്ക് വിടുക ചെയ്ത് കൊടുക്കുക മുദ്ദത്തിന്റെ ഒരു സമയം. സുമ്മ വിടുതിയല്ല തുസാബി, വിടുതിയല്ല തുസാബിയോട് ബന്ധപ്പെട്ട് ജീവിക്കുക, അവിഹിത ബന്ധം. സുമ്മ യതസവ്വജുഹ ഇൻ അറാദ, ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ ഓ കല്യാണം കഴിക്കാം. ഇങ്ങനൊരു ആചാരം നടപ്പുണ്ടായിരുന്നു അന്നത്തെ ജാഹിലിയ്യ കാലഘട്ടത്തിലുള്ള നടപ്പ്. ഇങ്ങനെയുള്ളൊരു നടപ്പ് പോലും നബിയുടെ മാതാപിതാക്കളിൽ ഉണ്ടായിട്ടില്ല. എല്ലാം കൊണ്ട് നബി തങ്ങൾ തികഞ്ഞ ഒരാളാണ് എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് മനസ്സിലാക്കാൻ എന്താ? വഖൗലു സല്ലല്ലാഹു അലൈഹി വസല്ലമ മിൻ അസ്ലാബി ത്വാഹിരീൻ ത്വാഹീന ഇലാ അർഹാമി ത്വാഹിറാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ആ പറഞ്ഞ വാക്ക് എന്താണ് ഇതിന്റെ അർത്ഥം? പരിശുദ്ധമാക്കപ്പെട്ട പിതാക്കന്മാരുടെ മുതുകിൽ നിന്ന്
എല്ലാം കൊണ്ടും ശുദ്ധന്മാരായിരിക്കുന്ന ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് എന്നായി. ഈ വാക്ക് ദലീൽ അറിയിക്കുന്നുണ്ട് അന്ന ആബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മഹാത്തി, നബിയുടെ മാതാപിതാക്കള് ഇല ആദമ ആദം നബി അലൈഹിസ്സലാം അവ്വാ റളിയല്ലാഹു അൻഹു വരെ ലൈസബീഹിം ഈ പിതാക്കന്മാരിലൊന്നും ഇല്ല കാഫിർ ഒരു നിഷേധി പോലുമില്ല. എന്താ കാരണം? അന്നൽ കാഫിർ ലാ യൂസഫു ബി അന്നഹു ത്വാഹിർ, കാഫിറിന് ത്വാഹിർ എന്നൊരു വസ്തു നൽകപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ വഖദ് ഖാല അല്ലാഹു തആല, എത്തരത്തിൽ അല്ലാഹു തആല പറഞ്ഞല്ലോ, ഇന്നമൽ മുശ്രിക്കു നജസുൻ, അവ മുശ്രിക്ക് നജസ് എന്ന് പറയുമ്പോൾ കാഫർ എന്തായാലും നമുക്ക് വേണ്ട, മുശ്രിക്കും വേണ്ട. ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ ഇബ്തിയാഉൽ ബുസ്ർ കിതാബ് ഉണ്ട്, അതിന് മർച്ചാൻ കിട്ടും. ഇനി നോക്കുക, وخلوصهم مما يشين في النسب وما يضر بالدين فإنهم إما أنبياء أو اتباع أنبياء أو أهل فترة محكوم لهم بالنجاة. സറഹുൽ ബുർദയിലെ കാര്യം പറഞ്ഞു. അഥവാ ഈ പറയപ്പെട്ട ആൾക്കാരൊക്കെ രക്ഷപ്പെടും തറവാടിത്തത്തിൽ മോശമായി എന്തുണ്ടോ അതിനെ തൊട്ട്, ദീനിന് ബുദ്ധിമുട്ടാക്കുന്ന കാര്യം തന്നെ ഉണ്ടോ അതും കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവരെല്ലാവരും ഒന്നിരിക്കൽ മാതാപിതാക്കൾ അമ്പിയാക്കളായിരിക്കാം, അല്ലെങ്കിൽ അമ്പിയാക്കളോട് പിന്തുടരുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഇവർ പത്രത്തിന്റെ അയലുകാരാണ്. എങ്ങനത്തെ അവർക്ക് വിജയമുണ്ട് നൽകപ്പെട്ട് വർത്തിക്കപ്പെട്ട പത്രത്തിന്റെ അയലുകാരുണ്ട്, അവരായിരിക്കാം എന്നാണ്. എന്തായാലും ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. അന്നൽ ഹദീസ, അപ്പൊ ഹദീസുകള് മുസർരിഹത്തുൻ, അത് വ്യക്തമാക്കി തരുന്നുണ്ട്. അന്ന ആബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങളുടെ പിതാക്കന്മാർ വൈറുൽ അംബിയ, ഒരു അംബിയാക്കളല്ലാത്തവരാണ്. ഉമ്മഹാത്തുഹു, നബിയുടെ ഉമ്മമാര് ഇല ആദമ ഹവ്വ, രണ്ടാളെ വരെയും ലൈസ ഫീഹിം, അവരില്ല കാഫിർ ഒരു നിഷേധിയുമില്ല. അന്നൽ കാഫിറ ലാ യഖുല അല്ല അന്നൽ കാഫിറ, അപ്പൊ കാഫിറില്ല എന്ന് പറയാൻ കാരണം ലാ യുഖാലു ബി അഖി, കാഫിറിന്റെ അഖിൽ ഇന്നഹു മുഖ്താറുൻ വലാ കരീമുൻ വലാ താഹിർ, അതൊന്നും പറയാൻ പറ്റില്ലല്ലോ. ഓ മുഖ്താറായ അല്ല, കരീമായ അല്ല, താഹിർ അല്ല, ബൽ നജസുൻ, പിന്നെ നജീസാണെന്ന്. ഏതുപോലെ കമാബി ആയത്ത് ഇന്നമൽ മുശ്രികൂന നജസുൻ എന്ന് പറഞ്ഞില്ലേ, ആ നജസാണ് ഇവൻ ഉദ്ദേശിക്കുന്നത്. വഖദ് സ്വറഹത്തിൽ അഹാദീസ് സാബിഖത്തു, മുമ്പ് പറഞ്ഞ ഹദീസുകളെല്ലാം എന്താക്കി തരുന്നുണ്ട്, വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ട്? ബി അന്നഹും മുഖ്താറും, അവരെല്ലാവരും തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. വഇന്നൽ ആബാ കിറാമുൻ, പിതാക്കന്മാരൊക്കെ മാന്യന്മാരാണ്. വൽ ഉമ്മഹാത്തു ത്വാഹിറാത്തുൻ, ഉമ്മമാരൊക്കെ ശുദ്ധവതികളുമാണ് എന്ന ഷറഹുൽ അംജിയാണ് പറഞ്ഞത്. വറവദുൽ സാദ് അബ്നു അസാകിർ അൻ മുഹമ്മദ് സാഹിബിൽ കലബി എന്ന് പറയുന്ന ആളെ തൊട്ട് മൂപ്പർ പിതാവിനെ തൊട്ട് കത്തബത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾക്ക് ഞാൻ എഴുതി വെച്ചു 500 ഉമ്മ, അല്ലേ, 500 ഉമ്മമാര് ഞാൻ എഴുതിയെടുത്തു. ഫമാ വജത്തു ഫീഹിന്ന, ആ 5 ഉമ്മമാരിൽ ഞാൻ കണ്ടിട്ടില്ല, എത്തിച്ചിട്ടില്ല, സിഫാഹൻ വ്യഭിചാരത്തെ എത്തിച്ചിട്ടില്ല. വലാ ഷൈഅൻ മിമ്മാ കാന ഫീ അംറിൽ ജാഹിലിയ്യ, ജാഹിലിയ കാലഘട്ടത്തിലുണ്ടാവുന്ന മോശമായ കാര്യവും നോക്കണ്ട്. അങ്ങനെ ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിത്തീർന്ന കാര്യമായ കാര്യമുണ്ട്, അതൊന്നും ഇവിടെ ഇല്ല. ഇതൊന്നുമില്ലാത്തവരാണ് എന്റെ മാതാപിതാക്കൾ എന്ന് കിട്ടി 500 ആൾക്കാരെ കിട്ടുന്നത്. സറഹുൽ അംജിയാണ് വിഷയം. ഐമീൻ ഖബലി ഉമ്മി വഅബീഹി, ഉമ്മാന്റെയും ബാപ്പാന്റെയും ഭാഗത്തിൽ കൂടെ. സീറത്തുൽ അലബി ഇബ്തിആഉൽ വസൂൽ وبدا للوجود منك كريم من كريم ناباه كرماء, വജൂദിന് വേണ്ടി തെളിഞ്ഞു നിങ്ങളെ ഭാഗത്ത് കരീം മാന്യമായ, മിൻ കരീമി അബാഹു കറമാഹു. നോക്ക്, നജസുൻ തഹ്സബുൽ ഉലാ ബിഹുലാഹി ഫലദത്ഹാ നുജൂമഹൽ ജൗസാഉ അബ്ബദാ യഖദുനു സുഉദ عباد يقدوس بي وفخاري عند بي اليتيمة الأسماء. അപ്പൊ ഇങ്ങനെയാണ് ഉന്നതന്മാർ തറവാട്ടിലൂടെ ദൈവങ്ങൾ വന്നത് എന്നായി. ഇനി നബിന്റെ മാതാപിതാക്കൾ കൊണ്ട് നമ്മൾ എന്താ പറയേണ്ടത്? ഇമാം സുബിക്ക് തങ്ങൾ പറയുന്നു,
അൽഅൻകിഹത്തുല്ലതി ഫീ നസബിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻഹു ഇലാ ആദമ കുല്ലുഹാ മുസ്തജിമത്തുൻ സർ. അപ്പോ നബിതങ്ങളോ തറവാടിലുള്ളതായിരിക്കുന്ന വിവാഹങ്ങളൊക്കെ നബി മുതൽ ആദം നബി അലൈഹിസ്സലാം വരെ മുഴുവൻ എന്താണ് നിക്കാഹ് ശരിയാവാൻ ഷർത്ത് ഒരുമിച്ച് വിട്ട ആൾക്കാരായിരുന്നു. ഇസ്ലാമിക നിയമപ്രകാരം തന്നെ വലം യഖബി നസബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻഹു ഇലാ ആദമ, ആദം നബി അലൈഹിസ്സലാം വരെ ഈ പറയുന്ന നബിതങ്ങൾ, ആ നബിതങ്ങള് മുതൽ ആദം നബി വരെയുള്ള തറവാട്ടിൽ സംഭവിച്ചിട്ടില്ല. ഇല്ലാ നിക്കാഹുൻ സഹീഹുൻ മുസ്തജിമുൻ ലിശറാഇതി സിഖത്തി കന്നിക്കാഹിൽ ഇസ്ലാം അൽ മൗജൂദി. അല്ലോ ഇന്നേ കാലത്തൊക്കെ നടക്കുന്ന ഇസ്ലാമിന്റെ നിക്കാഹ് പോലെ തന്നെ ഷർത്തുകളെല്ലാം പരിപാലിച്ച് ഒരുമിച്ച് കൂട്ടി അവരെന്താണ് നിക്കാഹിന് വരും. അങ്ങനെ ചെയ്യണം. അങ്ങനെയുള്ള സഹിയായ നിക്കാഹ് അല്ലാതെ നബിന്റെ പിതാക്കന്മാർ ആരുമില്ല. കാല അതുകൊണ്ട് പറയട്ടെ, വയത്തഖിദ് ഹാദാ ബിഖൽബിക, നിന്റെ കൽബ് കൊണ്ട് ഇത് വിശ്വസിച്ചോ. തമസ്സക് ബിഹി, അതുകൊണ്ട് നീ പിടിച്ചു നിൽക്കുകയും ചെയ്തോ. വലാ തസില്ല അൻഹു, നിന്റെ കാലിടറി പോവാതിരിക്കട്ടെ. തഖ്സുറു ദുനിയ വൽ ആഖിറ, അപ്പൊ രണ്ടും കൂടി നശിക്കുകയും ചെയ്യും. കാലമായതും ചില ആൾക്കാർ പറയുന്നു ഹാദാ മിൻ അഅ്ലമ, ഈ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇപ്പോ നബിനെ പറ്റിയും മാതാപിതാവിനെ പറ്റി ആക്ഷേപിക്കുന്നത് ശരിയല്ലാതെ പറഞ്ഞത്. ഇപ്പൊ പറയുന്നത് എന്താണ്, ഇത് നബിയോടുമായി ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ഏറ്റവും മുഖ്യമായി തന്നെയാണ് ഇത്. അപ്പൊ അള്ളാഹു എന്താണത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്കാഹ അബാഇ മിൻ ആദമ ഇലാ അൻ അഖ്റജഹുല്ലാഹു മിൻ ബൈനി അബവൈഹി അലാ നമത്തിൻ വാഹിദിൻ വഫ്ഖ് ശരീഅത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നബിനെ കൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽപ്പെട്ട എന്താണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല തന്റെ മാതാപിതാക്കളുടെ നിക്കാഹ് ആദം നബി മുതൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ ഇടയിൽ പുറപ്പെടുവിച്ചത് അതുവരെ എന്തായിരുന്നു, അലാ നമത്തിൻ വാഹിദിൻ വഫ്ഖിൻ ശരീഅത്തി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിന്റെ ശരീഅത്തോട് യോജിക്കുന്ന ഒറ്റ ഒരാളുടെ നമത്തുമായി ഭാഷ്യം, ആ ഭാഷ്യം നമത്തുമായി ഒരു വഴി, ആ വഴിയിലൂടെ അള്ളാഹു തആല പുറപ്പെടുവിച്ചു. ശരീഅത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിനു മുമ്പ് തന്നെ. ഇങ്ങനെയാണ് മാതാപിതാക്കളിലൂടെ എത്തിയത്. ഇതും ഇബ്തിദാഉൽ ഉസൂൽ എന്ന കിതാബിൽ കിട്ടും. പിന്നെ പറഞ്ഞെന്താ, നബി തനക്കൽ അല്ലെങ്കിൽ തനക്കുൽ നൂരിഹി മിൻ സാജിദ് ഇലാ സാജിദ്, നബിന്റെ പ്രഭ നല്ല ഒരാളിൽ നിന്ന് മറ്റു നല്ലൊരാളിലേക്ക് നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കും. വൈനൈദിൻ ആ സമയത്ത് ഫഹാദാ സ്വരീഉൻ വി അന്ന അബവയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമിന വ അബ്ദുല്ല മിൻ അഹ്ലിൽ ജന്ന. നബി തങ്ങളുടെ രണ്ട് മാതാപിതാക്കൾ അവർ രണ്ടുപേരും സ്വർഗത്തിലാണ് എന്ന് വ്യക്തമാക്കി പറയുന്നുണ്ട്. എന്തുകൊണ്ട്, അന്നഹുമാ അഖ്റബുൽ മുഖ്താറൈനി ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾക്ക് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടതായിരിക്കുന്നതിൽ ഏറ്റവും അടുത്തത് രണ്ടാണ്. ഇതാണ് യഥാർത്ഥം, അങ്ങനെയാണ് പിടിച്ചു നിൽക്കേണ്ടത്. ഈ ആദിൽ മസ്അലത്തി, ഇത്തരം മസ്അലകളിൽ തോഫീഖ് കിട്ടിയതായ ചില ആളുകളുണ്ട്. ആ ചില ആൾക്കാരുടെ വാക്കുപോലും ഒന്നും പറഞ്ഞിട്ടില്ല മാതാപിതാക്കളെ പറ്റി, ഒന്നും പറയാതെ മൗനത്തിലായിരുന്ന ഇവർ ചില ആൾക്കാർ പറഞ്ഞൊരു വാക്കുണ്ട്, പാട്ടാണത്. അൽ ഹദർ ഹദർ മീൻ ദിക്രിഹിമാ ബിനഖ്സ് ഫഇന്ന ദാലിക ഖദ് യുദീഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഹദീസ് തുബറാനി ലാ തൂദുൽ അഹിയാ ബിസവിൽ അംബാത്ത് കാണാം. അപ്പൊ അങ്ങനെ പോന്നിട്ട് എന്തിനു പറയുന്ന അവസാനം ഈ നല്ല മനുഷ്യന്മാരുടെ കൗലിത്തരം വ്യക്തമാക്കിയ വസ്തു എന്താണ്, അൽ ഹദർ അൽ ഹദർ, പേടി എന്നാണ്. മീൻ ദിക്രിഹിമാ ബിനഖ്സിൻ, അവർ രണ്ടുപേരെയും ന്യൂനത കൊണ്ട് പറയും, അങ്ങനെ പറയലിനെ തൊട്ട് എന്നാണ് പേടി വേണ്ടത്. ഫൈനദാലിക കഥ യോതി, ചിലപ്പോൾ അതെന്താവും അവനിടങ്ങാറാകും. അത് യോതി സല്ലല്ലാഹു അലൈഹി വസല്ലം, ചിലപ്പോൾ ആ വാക്കെന്താണ്, നബിന്റെ തറവാടിനെ പറ്റി മോശമായി പറഞ്ഞാൽ അത് നബിക്ക് അടങ്ങാറാക്കലാവും. അത് പാടില്ല. ഈ ഹദീസ് തുബറാനി ലാ തൂദുൽ അഹിയാ ബിസബ്ബിൽ മരിച്ചവരെ ചീത്ത പറഞ്ഞുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഇഷ്ടം വെക്കാൻ നിൽക്കണ്ട.
ഇങ്ങനെയാണ് നബിതങ്ങളുടെ മാതാപിതാക്കളെ പറ്റിയുള്ള വിവരണം. ഇതിലൂടെ നമ്മൾ വിശ്വസിക്കേണ്ടത് എന്താണ്? ഈ പറഞ്ഞ കാര്യം തന്നെ. മാതാപിതാക്കൾക്ക് ഒരു കുഴപ്പമില്ല, ഒരു സ്വർഗത്തിന്റെ അവകാശമെന്ന് മനസ്സിലാകുന്നുണ്ട്. പിന്നെ മാതാപിതാക്കളെ പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യമുള്ളതുപോലെ എല്ലാവർക്കും ദേഷ്യം ഉണ്ടാവില്ലേ? എന്നാൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അങ്ങനെയല്ല. നബിനെ പറ്റി, നബിന്റെ മാതാപിതാക്കളെ പറ്റി ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ നബിനെ ഇടങ്ങാറാക്കൽ വരും. ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെ ചീത്തറിഞ്ഞുകൊണ്ട് ഇടങ്ങാറാക്കുന്ന ഹദീസുണ്ട്. അവരിടങ്ങാറാക്കൽ നബി ഇടങ്ങാറാക്കുന്നത്. നബി ആരെങ്കിലും ഇടങ്ങാറാക്കിയാലോ ഓന്റെ കാര്യം കട്ടപ്പൊടിയായിരിക്കും. അപ്പൊ ഞാനിപ്പോൾ ഈ പറഞ്ഞ സർവിൽ അംശം കിട്ടുന്നതാണ്.